പ്രൈസ് ദി ലോർഡ്. യോസഫിന്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാരും അവനെതിരായപ്പോൾ, കുടുംബത്തിന്റെ അകത്തളത്തിൽ കിടക്കുന്നതിന്റെ രക്തബന്ധങ്ങൾ പോലും തനിക്കെതിരായപ്പോൾ അവൻ സേവിക്കുന്ന ദൈവം അവന് അനുകൂലമായി മാറി. അതാണ് അവന്റെ പ്രത്യേകത. അവന്റെ വിജയം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ ദൈവമാണ് അവൻ അനുകൂലമായി മാറിയത്. യോസഫ് എവിടെ പോയപ്പോഴും യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കേണ്ട അവസ്ഥ വന്നു. ആരാ പൊട്ടക്കിണറ്റിൽ? സഹോദരന്മാരാണ്. പക്ഷേ പൊട്ടക്കിണറ്റിൽ അവൻ വീണപ്പോഴും അവന്റെ ദൈവം പൊട്ടക്കിണറ്റിന്റെ അകത്ത് അവനെ കരകയറ്റി. എന്നാൽ വീണ്ടും സഹോദരന്മാർ അവൻ ഇസ്മായിൽക്കാർക്ക് വിറ്റുകളഞ്ഞപ്പോൾ അവൻ ഇസ്മായിൽ പൊത്തിപ്പുകാരുടെ ഭവനത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ യോസഫ് അവിടെ ചെന്നപ്പോഴൊക്കെയും അവരുടെ ജീവിതത്തിൽ ആ പോത്തിപ്പുകാരന്റെ ഭവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മേലെ യോസഫിനെ കള്ളക്കേസിൽ കുടുക്കി അവൻ തടവറയിൽ കിടക്കേണ്ടി വന്നു. പക്ഷെ തടവറ കൊണ്ട് സ്തോത്രം അവിടെ വെച്ച് യോസഫ് തകർന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ സേവിക്കുന്ന ദൈവം അവന്റെ കൂടെ ഉള്ളത് കൊണ്ട്, കർത്താവായ യേശു അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ തടവറ കൊണ്ട് ഒതുങ്ങിയില്ല. രാജകീയ മന്ത്രി കസാരക്കകത്ത് ഇരുന്നു കൊണ്ട് ഒരു രാജ്യ ഭരണത്തോടു കൂടിയാണ് അവൻ ഒതുങ്ങിപ്പോയത്. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബക്കാർ നിനക്ക് വിരോധമായാലും, ദേശക്കാർ നിനക്ക് വിരോധമായാലും, ബന്ധുമിത്രാദികൾ വിരോധമായാലും, കുടുംബക്കാർ വിരോധമായി മാറിയാലും, നീ സേവിക്കുന്ന ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുമില്ലെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ.